തീർച്ചയായിട്ടും ജനാധിപത്യപത്യമായ രീതിയിലല്ല അസംബ്ലി നടന്നത് എന്നത് വാസ്തവമാണ്. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിനിധികൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച 3 വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് അവിടെ എടുത്തത്. കാറ്റഗിസം റിന്യൂവൽ, ഇവാഞ്ചലൈസേഷൻ, സീറോ മലബാർ സഭ ശാക്തീകരണം എന്നീ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഈ അസംബ്ലിയിൽ ചർച്ച ചെയ്തത്. ഏതാണ്ട് 17-18 പേരടങ്ങുന്ന 20 ഗ്രൂപ്പുകളെ തിരിച്ചുകൊണ്ട് ഈ 3 വിഷയത്തെക്കുറിച്ചും വളരെ ഗൗരവമായി ചർച്ചകൾ നടക്കുകയുണ്ടായി. അതിൽ അതിരൂപതയിലെ പ്രതിനിധികൾക്ക് വളരെ സജീവമായി 3 വിഷയത്തിലും പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നത്. ഇതിനുവേണ്ടി ഈ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ ഒരുങ്ങുകയും ആ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനായി അതിരൂപതയിൽ തന്നെ 2 പ്രാവശ്യം ഞങ്ങളെ 7 പ്രതിനിധികളെയും വൈദിക പ്രതിനിധികളെയും സിസ്റ്ററിനെയും വിളിച്ചു വരുത്തി കൃത്യമായിട്ട് ആ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ കൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് തന്നെ ഞങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ആ വിഷയത്തിൻ്റെ ഗ്രൂപ്പ് ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുവാനും സാധിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. എന്നാൽ പിന്നീട് സംഭവിച്ചത് സീറോ മലബാർ സഭയുടെ 438 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ മീറ്റിങ്ങിൽ അടിസ്ഥാനപരമായി ഈ വിഷയത്തിന് പുറത്തു നിന്ന് സംസാരിക്കാൻ അവസരം കിട്ടുന്നത് 2 സെക്ഷനുകളാണ്. അതായത് 60 മിനിറ്റ് വീതമുള്ള 2 സെക്ഷൻ. ആ സെക്ഷനിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനയെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുന്ന രീതിയിൽ സിനഡ് കുർബാന ഏകീകരണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കണമെന്ന് മറ്റു രൂപതയിലെ 2 പ്രതിനിധികളും മാർ തോമസ് പാടിയത്ത് എന്ന ഷംസാബാദ് രൂപതയുടെ സഹായമെത്രാനും അവിടെ സംസാരിക്കുകയുണ്ടായി. ഞാൻ ഈ ഓപ്പൺ ഡിസ്കഷനിൽ ഞാനും മറ്റൊരു പ്രതിനിധിയും മുൻകൂട്ടി പേരെഴുതി ഇട്ടിട്ട് ഞങ്ങൾക്ക് ബോധപൂർവം അവിടെ അവസരം നിഷേധിക്കുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് അതിൻ്റെ അംഗങ്ങളുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും എന്നാൽ 30-ൽ പരം പേർക്ക് സമയക്കുറവ് കൊണ്ട് സംസാരിക്കാൻ സാധിച്ചില്ല എന്നുള്ള മറുപടിയാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. എന്നാൽ ഞങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു തീരുമാനമായിരുന്നു ശനിയാഴ്ചത്തെ ഈ സിനഡിൻ്റെ കൺക്ലൂഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കൺവീനറായ ഫ്രാൻസിസ് എലവത്തിങ്കൽ അച്ഛനാണ്. അപ്പോൾ ഈ 120 മിനിറ്റുള്ള ഓപ്പൺ ഡിസ്കഷനിൽ 2 പേര് സിനഡ് കുർബാന ഇതുപോലെ നടപ്പിലാക്കണമെന്ന് പറയുക മാത്രം ചെയ്യുകയും അത് കൃത്യമായിട്ട് ശനിയാഴ്ച ആ റിപ്പോർട്ടിൽ ഈ ഫ്രാൻസിസ് എലവത്തിങ്കൽ സൂചിപ്പിക്കുകയും ചെയ്തെങ്കിലും ഞായറാഴ്ചത്തെ പൊതുസമ്മേളനത്തിൽ നടന്ന ജനറലായിട്ടുള്ള റിപ്പോർട്ടിങ്ങിൽ സീറോ മലബാർ സഭയുടെ PRO കോട്ടയം അതിരൂപത അംഗം ശ്രീ അജി കോയിക്കൽ വാസ്തവവിരുദ്ധമായ കാര്യമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. ഏകീകൃത കുർബാനക്രമം എല്ലാ രൂപതകളിലും നടപ്പിലാക്കണമെന്ന് അസംബ്ലി സിനഡിനോട് ആവശ്യപ്പെട്ടു എന്ന പച്ചക്കള്ളമാണ് അവിടെ അസംബ്ലി ഹാളിൽ ഈ പറഞ്ഞ PRO അവതരിപ്പിക്കുകയുണ്ടായത്. അത് തന്നെയാണ് അസംബ്ലിയെക്കുറിച്ചുള്ള പത്രക്കുറിപ്പിൽ മൗണ്ട് സെൻറ് തോമസിൽ നിന്ന പത്രക്കുറിപ്പിലും ഈ കാര്യം വീണ്ടും അവിടെ ഉന്നയിക്കുകയുണ്ടായി. അതായത് ഏകീകൃത കുർബാന ക്രമം എല്ലാ രൂപതകളിലും നടപ്പിലാക്കണമെന്ന് അസംബ്ലി ശക്തമായി ആവശ്യപ്പെട്ടു എന്നുള്ളത്. ഇതിൻ്റെ പുറകിൽ വലിയൊരു ചതി അടങ്ങിയിരിക്കുന്നുണ്ട്. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 99% ജനങ്ങളും ആഗ്രഹിക്കുന്ന ജനാഭിമുഖ കുർബാന നിലനിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം ജൂലൈ 1-ാം തീയതി അഭിവന്ദ്യ ജോസഫ് പ്ലാമ്പ്ളാനി പിതാവും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവും കുര്യാമെത്രാൻ സെബാസ്റ്റ്യൻ വാണിയാമ്പുരയ്ക്കൽ പിതാവും
കുരിയ സീറോ മലബാർ സഭയുടെ കുരിയ അംഗങ്ങളും അതിരൂപതയുടെ കുരിയ അംഗങ്ങളും അൽമായരും പങ്കെടുത്ത മീറ്റിങ്ങിൽ നിലവിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന വിഷയത്തിൽ ഒരു സമവായ ഫോർമുല ഉരുത്തിരിഞ്ഞ് വന്നിരുന്നു. അതിൽ പ്രകാരം അവിടെ തീരുമാനമെടുത്തത് ഇപ്രകാരമാണ്: ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു സിനഡ് കുർബാന ചൊല്ലണമെന്നും അത് സ്പെഷ്യൽ മാസായി മാത്രം അർപ്പിച്ചാൽ മതിയെന്നും നിലവിൽ കേസുകളുള്ള പള്ളികളിൽ കുർബാന ചൊല്ലേണ്ടതില്ല എന്നുമുള്ള തീരുമാനം എടുത്തത് നിലനിൽക്കെ ആ ഒരു കൃത്യമായ ഫോർമുല ഇപ്പോഴും നിലനിൽക്കെ ഇത് ബോധപൂർവം അസംബ്ലിയിൽ മറ്റു രൂപതയിലെ പ്രതിനിധികളെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം പറഞ്ഞ 2 പ്രതിനിധികളും മൊബൈൽ ഫോണിൽ കൂടെ നോക്കിക്കൊണ്ടാണ് ഈ വിഷയം അവിടെ സംസാരിച്ചത്. ഇതിനുശേഷം ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് അവിടെ സെക്രട്ടറിയായ ജോജി അച്ഛനോടും ഈ ഫ്രാൻസിസ് ഇലവത്തെങ്കിൽ അച്ഛനോടും ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയില്ല. അതോടൊപ്പം തന്നെ ഞങ്ങളോട് എഴുതി തരാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഞങ്ങൾ 7 പ്രതിനിധികളും ഈ സമവായ ഫോർമുല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിൽ പ്രശ്നങ്ങളില്ലാതെ മനോഹരമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സമവായ ഫോർമുലയെ തകിടം മറിക്കുന്ന രീതിയിൽ ഈ ഫോർമുല അട്ടിമറിക്കരുത്. ഇന്നിവിടെ പറഞ്ഞ ഏകീകൃത കുർബാന ക്രമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും വലിയ പ്രതിസന്ധികൾ ഉടലെടുക്കുമെന്ന് കൃത്യമായി ഞങ്ങൾ ഓരോരുത്തരും എഴുതി കൊടുത്തിട്ടാണ് ഞങ്ങൾ ആ അസംബ്ലിയിൽ നിന്നും പോന്നത്.